ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ ആരംഭിച്ച് 11 വർഷം പൂർത്തിയാകുന്നു. രാജ്യപുരോഗതിക്ക് പെൺകുട്ടികൾ നൽകുന്ന സംഭാവനകൾ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ വയോജന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നു. കണ്ണൂർ തയ്യിലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്ക് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് കോടതി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തി കേരളം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. പുത്തരിക്കണ്ടം മൈതാനിയിൽ 2 വ്യത്യസ്ത പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. BJP സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തുടർന്ന് പങ്കെടുക്കുന്ന അദ്ദേഹം തിരുവനന്തപുരത്തിനായുള്ള നഗരവികസന രേഖയുടെ പ്രഖ്യാപനം ചടങ്ങിൽ നടത്തും. തിരുവനന്തപുരം ബയോ 360 ലൈഫ് സയൻസസ് പാർക്കിലെ CSIR NIIST ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ശ്രീ മോദിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശ്രീ നരേന്ദ്രമോദിയെ അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇന്ത്യയും അമേരിക്കയും ഒരു വ്യാപാര കരാറിലെത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വ്യാപാര കരാർ പ്രതിസന്ധി സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പരാമർശം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തിനിടെ നടപടികൾ പൂർത്തിയാക്കി സ്പീക്കർ സഭ ഇന്ന് പിരിച്ചുവിടുകയായിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. നിയമസഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധത്തിനൊരുങ്ങിയെങ്കിലും ചരമോപചാര നടപടികൾ ഉള്ളതിനാൽ സഹകരിക്കണമെന്ന സ്പീക്കറിന്റെ അഭ്യർത്ഥന പ്രതിപക്ഷം അംഗീകരിച്ചു. ചോദ്യോത്തരവേള ഒഴിവാക്കി ഇന്ന് സഭ ചരമോപചാര നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ബാബു M പാലിശ്ശേരി, MR രഘുചന്ദ്രപാൽ, KK നാരായണൻ, VK ഇബ്രാഹിം കുഞ്ഞ്, തോമസ് കുതിരവട്ടം എന്നിവർക്ക് സഭ ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിനായി അംഗത്തെ ക്ഷണിക്കവേ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് ശബരിമല വിഷയത്തിൽ തങ്ങൾ സമരത്തിലായതിനാൽ നടപടികളുമായി സഹകരിക്കില്ലെന്ന് അറിയിച്ചു. പിന്നാലെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ വേദിക്ക് നേരെ ബാനർ ഉയർത്തി പ്രതിഷേധം തുടങ്ങി. ഇതോടെ സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. ബഹളത്തിനിടെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കമായി. മന്ത്രിസഭാ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ പ്രസംഗം അവതരിപ്പിച്ചതെന്ന് നന്ദിപ്രമേയം അവതരിപ്പിച്ച TP രാമകൃഷ്ണൻ പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം പ്രതിപക്ഷം ഉപയോഗിച്ചില്ലെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ബഹളം രൂക്ഷമായതോടെ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു. രാജ്യത്തെ പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ ആരംഭിച്ച് 11 വർഷം പൂർത്തിയാകുന്നു. പെൺകുട്ടികൾക്കെതിരായ ലിംഗവിവേചനം അവസാനിപ്പിക്കാനും അവരുടെ വിദ്യാഭ്യാസം, അതിജീവനം, ശാക്തീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് 2015 ഈ പ്രചാരണ പദ്ധതി തുടങ്ങിയത്. എല്ലാ മേഖലകളിലും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നതിലൂടെ രാജ്യപുരോഗതിക്ക് പെൺകുട്ടികൾ നൽകുന്ന സംഭാവനകൾ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ധാർമ്മികതയും പെൺകുട്ടികളുടെ പ്രാധാന്യവും വ്യക്തമാക്കുന്ന സംസ്കൃത സുഭാഷിതവും അദ്ദേഹം പങ്കുവച്ചു. രാഷ്ട്രനിർമ്മാണത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക് ഉയർത്തിക്കാട്ടി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ബംഗളൂരുവിലെ CMR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുത്തു. സാങ്കേതിക വിദ്യാഭ്യാസത്തിലൂടെ നൈപുണ്യമുള്ള പ്രൊഫഷണലുകളെ മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള പൌരന്മാരെയും ധാർമ്മികതയുള്ള നേതാക്കളെയും സൃഷ്ടിക്കണമെന്ന സ്ഥാപക ലക്ഷ്യത്തോട് പ്രതിജ്ഞാബദ്ധത പുലർത്തുന്നതിന് CMR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ ഉപരാഷ്ട്രപതി അഭിനന്ദിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ വയോജന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ പ്രത്യേക രജിസ്ട്രേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന
PM ശ്രം യോഗി മൻധൻ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഘട്ടം ഘട്ടമായാണ് രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നത്. നഗരമേഖലകളിൽ ഫെബ്രുവരി 15 വരെയും ഗ്രാമീണ മേഖലകളിൽ ഫെബ്രുവരി 16 മുതൽ മാർച്ച് 15 വരെയും രജിസ്ട്രേഷൻ ക്യാമ്പുകൾ നടത്തും. ദീർഘകാലമായി ഉണങ്ങാത്ത മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്ന കോളിഡേം തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ചു. വളർത്തുമൃഗങ്ങളുടെ പിത്താശയത്തിൽ നിന്നുള്ള സൂക്ഷ്മ തന്മാത്രകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. വലിയ പാടുകൾ അവശേഷിപ്പിക്കാതെ മുറിവുകൾ ഉണക്കാൻ കോളിഡേമിന് കഴിയുമെന്ന് ശ്രീചിത്രയിലെ പാത്തോളജി ഗവേഷകനായ പ്രൊഫസർ TV അനിൽകുമാർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രൊഫസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. അറവുശാല മാലിന്യത്തിൽ നിന്ന് ലഭിച്ച പിത്താശയമാണ് ഗവേഷണത്തിന് ഉപയോഗിച്ചത്. കാർഷിക MSME അനുബന്ധ മേഖലകളിലായി കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം 3,30,000 കോടി രൂപയുടെ പ്രതീക്ഷിത വായ്പാ സാധ്യത മുന്നോട്ട് വച്ച് നബാർഡ് റിപ്പോർട്ട്. 2025-26 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 19% വർധനവാണ് 2026-27 സാമ്പത്തിക വർഷം നിർദ്ദേശിച്ചിട്ടുള്ളത്. കാർഷിക വിള ഉൽപാദനം, ജലസംവിധാനങ്ങൾ, ഫിഷറീസ് തുടങ്ങി കാർഷിക മേഖലയ്ക്കായി 1,50,000 കോടി രൂപയുടെയും കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 1,74,000 കോടി രൂപയുടെയും വായ്പ അനുവദിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് KN പ്രശാന്താണ് ശിക്ഷ വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായതിനാൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി പരിഗണിച്ചില്ല. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ CISF ജവാന്മാർ അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജസ്ഥാനിലെ ഡിയോളിയിൽ 7ാമത് HCGD സ്പോർട്സ് ബാച്ചിലെ ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവാന്മാരുടെ അതിരറ്റ കർത്തവ്യബോധം രാജ്യത്തിന് അഭിമാനാർഹമാണെന്നും മാതൃകാപരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. एक फोर्स के रूप में CISF के जवान के रूप में अपना कर्तव्य का निर्वहन करते हुए हमारे देश की औद्योगिक वसाहत, हमारे देश की एयरपोर्ट, हमारे देश की पार्लियामेंट, जहां आपको ड्यूटी दी जाए भविष्य में वहां हमारा ड्यूटी के प्रति हमारा कर्तव्य का निर्वहन करते हुए हम हमारे देश को आगे बढ़ाने के लिए 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ കേരളത്തിന് ജയം. 1-നെതിരെ 3 ഗോളുകൾക്കാണ് കേരളം പഞ്ചാബിനെ വീഴ്ത്തിയത്. അസമിലെ സിലാബ്താർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ജാർഖണ്ഡിലെ വെസ്റ്റ് സിംഗ്ഭൂം ജില്ലയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. സാരന്ത വനത്തിൽ ഛോട്ടാ നാഗ്രിക്ക് സമീപമാണ് വെടിവയ്പുണ്ടായത്. സംയുക്ത സേനാ സംഘം നടത്തിയ തിരച്ചിലിനിടെ മാവോയിസ്റ്റുകൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. വനത്തിലേക്ക് രക്ഷപ്പെട്ട കലാപകാരികൾക്കായി സുരക്ഷാ സേന തീവ്രമായ തിരച്ചിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in സന്ദർശിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ ആരംഭിച്ച് 11 വർഷം പൂർത്തിയാകുന്നു. രാജ്യപുരോഗതിക്ക് പെൺകുട്ടികൾ നൽകുന്ന സംഭാവനകൾ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ വയോജന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നു. കണ്ണൂർ തയ്യിലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്ക് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് കോടതി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തി കേരളം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.